ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പുതിയൊരു ജോബ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിന്റെ കീഴിൽ വരുന്ന സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കീഴിൽ വരുന്ന ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി പോസ്റ്റുകൾ, സാലറി ഹൈക്കോടെ ഉള്ള വളരെ നല്ല പോസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനുള്ളത്, സംസാരിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിഡ്ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് എ ആൻഡ് ബി പോസ്റ്റ് ആണ്. വാക്കൻസീസ് ടോട്ടൽ വിളിച്ചിട്ടുള്ളത് 72 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. 72 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മനസ്സിലാക്കി വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ റിലീസ് ആയത് നവംബർ 8-നാണ് കേട്ടോ. നവംബർ 8-നാണ് റിലീസ് ആയത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2 ഡിസംബർ ആണ്. ഡിസംബർ 2 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2 ഡിസംബർ ആണ്. ഫേസ് 1 എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട് 22 ഡിസംബർ. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത് 22 ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫേസ് 1 എക്സാം കഴിയും. അത് കഴിഞ്ഞ് ഫേസ് 2 എക്സാം, ഫേസ് 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 1 ടയർ 2 പോലെയാണ്. 2 എക്സാമിന് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. അങ്ങനത്താണ് കയറ്റുന്നത്. കാരണം ഇതെന്താണ്, നല്ല സാലറി പാക്കേജ് ആണ്. 1 lakh പ്ലസ് സാലറി ആയതുകൊണ്ട് തന്നെ അവരെന്താണ് നല്ലപോലെ ഫിൽറ്റർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ആൾക്കാരെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ബാങ്കിങ് സെക്ടറിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ജോബ് റിക്രൂട്ട്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സിഡ്ബിയിൽ വരുന്നത്. അപ്പോൾ ഫേസ് 2 എക്സാമിനേഷൻ നടക്കുന്നത് 19 ജനുവരിയിലാണ് കേട്ടോ. 2025 ജനുവരി 19-നാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈമും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾ ഉറപ്പാണെന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സിഡ്ബിയുടെ ഗ്രേഡ് എ വേക്കൻസി എന്ന് പറയുന്നത് UR പോസ്റ്റിന് 23. ഗ്രേഡ് എ പോസ്റ്റും ഉണ്ട്, ഗ്രേഡ് ബി പോസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഗ്രേഡ് എ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറാണ് കേട്ടോ. ഗ്രേഡ് എ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജറും, അത് കഴിഞ്ഞ് ഗ്രേഡ് ബി പോസ്റ്റ് എന്ന് പറയുന്നത് മാനേജറുമാണ് കേട്ടോ. മാനേജറാണ് ഗ്രേഡ് ബി പോസ്റ്റ്. കാരണം അത്യാവശ്യം നല്ല ലെവൽ ഓഫ് ഇതാണ് പറയുന്നത് അവർ. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ സ്ട്രീമാണ്. ജനറലുകാർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീമായിട്ടാണ് പറയുന്നത്. UR കാറ്റഗറിക്ക് അവിടെ 23 വാക്കൻസി, EWSന് അവിടെ 3 വാക്കൻസി, OBCക്ക് ആണെങ്കിൽ 14 വാക്കൻസി, SCക്ക് ആണെങ്കിൽ 6 വാക്കൻസി, STക്ക് ആണെങ്കിൽ 4 വാക്കൻസി. അങ്ങനെയാണ് ടോട്ടൽ 50 വാക്കൻസി എന്തിനു കൊടുത്തിട്ടുണ്ട്, ഗ്രേഡ് എ പോസ്റ്റിന് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിങ്ങിന് 50 വാക്കൻസിയാണ് ഉള്ളത്. അത് ഓരോ ഇതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. UR കാറ്റഗറി, EWS, OBC, SC, ST എന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഗ്രേഡ് ബി ആണെങ്കിൽ ജനറൽ സ്കീമും ഉണ്ട്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് സ്ട്രീമും ഉണ്ട് കേട്ടോ. ജനറൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഏത് ഗ്രാജുവേറ്റ്സിന് വേണോ അപ്ലൈ ചെയ്യാന്നുള്ള രീതിക്കാണ്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം നിങ്ങൾ കേട്ടോ. ആ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ സ്ട്രീമിൽ എത്രയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ വാക്കൻസി 50 എന്ന് പറഞ്ഞാൽ 72 വാക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. ഗ്രേഡ് എക്ക് 50-ഉം ബാക്കിയുള്ള 22 വാക്കൻസീസ് എന്തിനുമാണ്, ഗ്രേഡ് ബിക്കുമാണ്. അതിൽ ജനറൽക്കാർക്ക് എത്രയാണ്, ജനറൽ എല്ലാം കൂടെ നോക്കിയിട്ട് ജനറലിൻ്റെ എല്ലാത്തിനും കൂടെ നോക്കുമ്പം ടോട്ടൽ 10 വാക്കൻസി. പിന്നെ വരുന്നത് 2 ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടെയാണ്. സ്പെഷ്യൽ സ്ട്രീം എന്ന രീതിയിൽ ലീഗലും അതുപോലെ IT-യും ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിന് രണ്ടിനും കുറച്ച് വാക്കൻസീസ് അവർ കൊടുത്തിട്ടുണ്ട്. 6 വീതം ലീഗലിനും അതുപോലെ IT-ക്കും അവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതായത് മാനേജർ പോസ്റ്റ് ലീഗൽ പോസ്റ്റിലേക്കും ഇൻഫർമേഷൻ ടെക്നോളജി പോസ്റ്റിലേക്കും എടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ നമുക്ക് നോക്കാം. ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏജ് കാറ്റഗറി നിങ്ങൾ എത്തുന്നുണ്ടോ നോക്കുക. നവംബർ 8-ന്റെ ഏജ് ആണ് നോക്കുന്നത് കേട്ടോ. നവംബർ 8-ന് നിങ്ങൾക്ക് എത്ര വയസ്സെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഗ്രേഡ് എക്ക് ആണെങ്കിൽ 21 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കായിരിക്കും നിങ്ങൾ. അതായത് നവംബർ 8-ന് നിങ്ങൾക്ക് 30 വയസ്സേ ആവാൻ പാടുള്ളൂ ഗ്രേഡ് എ ആണെങ്കിൽ. ഓക്കെ, ആ ഒരു കാര്യമാണ് പറയുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SC STക്ക് ആണെങ്കിൽ എത്ര വർഷത്തിൻ്റെ ഇളവുണ്ട്, 5 വർഷത്തിൻ്റെ ഇളവും. OBCക്ക് ആണെങ്കിൽ അവിടെ എത്ര വർഷത്തിൻ്റെ 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എത്ര വരും, 30, 33 അങ്ങനെ. OBCക്ക് ആണെങ്കിൽ 33, SC STക്ക് ആണെങ്കിൽ 35. ആ ഒരു രീതിക്കാണ് പറയുന്നത് കേട്ടോ. ആ ഒരു രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഗ്രേഡ് ബി ആണെങ്കിൽ 25 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു രീതിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടിനും എന്താണ് ഡിഫറെൻ്റ് ആണ്. ഗ്രേഡ് ബി എന്ന് പറയുന്നത് മാനേജർ പോസ്റ്റ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ എന്താണ് മെച്ചുവേർഡ് ആയിട്ടുള്ള ആളെ എടുക്കുന്നത്. 25 ഇയേഴ്സ് തൊട്ട് 33 ഇയേഴ്സ് വരെ ഉള്ളവരെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്രേഡ് എ ആണെങ്കിൽ 21 to 30 എന്ന് പറയുന്ന രീതിയിൽ എടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം അത് നോക്കേണ്ട കാര്യം തന്നെയാണ്. ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, 1100 രൂപയാണ് പറയുന്നത്. ജനറൽ OBC EWS കാറ്റഗറിക്ക് 1100 രൂപ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫീ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് പഠിച്ച് എഴുതാൻ താല്പര്യമുള്ളവർ മാത്രം. കാരണം കൃത്യമായിട്ട് നിങ്ങളുടെ ഈ സിലബസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളവർ, അതായത് ബാങ്കിങ് സെക്ടറിലൊക്കെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അല്ലാതെ
ചുമ്മാ നിങ്ങൾ ഇത്രയും പൈസ വെറുതെ കളയണം എന്നുള്ളൊരു കാര്യമല്ല. കാരണം അതെന്താണ്, ഫേസ് 1 എക്സാമിനേഷൻ ഉണ്ട്, ഫേസ് 2 എക്സാമിനേഷൻ ഉണ്ട്. അത്രയും ഫിൽറ്റേർഡ് ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ എക്സാമിനേഷൻ അത്രയും ക്രൂഷ്യൽ ആയിട്ട് കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു എമൗണ്ട് തന്നെ അവരെന്ത് ചെയ്തിരിക്കുന്നത്, അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. SC ST PWD കാറ്റഗറിക്ക് ആണെങ്കിൽ 175 രൂപയും കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്, ഫേസ് 1 ഓൺലൈൻ സ്ക്രീനിങ് എക്സാമിനേഷൻ കാണും, ഓൺലൈൻ എക്സാമിനേഷൻ തന്നെയാണ്. ഫേസ് 2 എന്ത് തന്നെയാണ്, ഓൺലൈൻ എക്സാം, ടയർ 1 ടയർ 2 കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ഫേസ് 3 ആയിട്ട് എന്തുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. ബാങ്കിങ് സെക്ടറിലെ മിക്ക ജോലിക്കും എന്തുണ്ടായിരിക്കും, ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ കൂടെ കണ്ടക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ഫേസ് 1 ഫേസ് 2 ഫേസ് 3 ആയിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, ഇനി ബാക്കി ഇതിൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ക്വാളിഫിക്കേഷനും നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A പോസ്റ്റിലേക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടതെങ്കിൽ ജനറൽ സ്ട്രീമുകാർക്ക് മാത്രമാണ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A പോസ്റ്റിലേക്ക് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കുറേ ഫിൽറ്ററിങ് നടക്കുന്നത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലും അങ്ങനെ ഒരു ഫിൽറ്ററിങ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും എന്താണ്, ഒരു നല്ല കാര്യമാണ്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അവരെന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഇനി ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ്, എക്കണോമിക്സ്, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എഞ്ചിനീയറിംഗ് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് കേട്ടോ. ജനറൽ OBC EWS എല്ലാ കാറ്റഗറിക്കും എത്രയാണ്, 60% മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഗ്രാജുവേഷൻ എന്തിൽ കഴിഞ്ഞിരിക്കണം, ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം. കൊമേഴ്സിലോ എക്കണോമിക്സിലോ മാത്തമെറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ അതല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗ് ചെയ്തവരോ ആണെങ്കിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ പറയുന്നത്. 50% ഫോർ SC ST PWD കാറ്റഗറിക്ക് 50% മാർക്ക് ആയാലും മതി. ഇനി അടുത്ത എന്താണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ലൈക്ക് കമ്പനി സെക്രട്ടറി. നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, കമ്പനി സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ട് CMAയോ ICWAയോ പാസ്സായവരാണെങ്കിലോ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണെങ്കിലോ ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ കൊമേഴ്ഷ്യൽ നമ്മുടെ ഈ പറയുന്ന പോലെ അക്കൗണ്ടൻറ്റ് സെക്ഷനൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ, അതിൽ ക്വാളിഫൈ ആയവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇനി അടുത്ത് MBA അല്ലെങ്കിൽ PGDM എന്ന് പറയുന്ന ഡിസിപ്ലിൻ എടുത്തവരാണ്, ഫുൾ ടൈം 2 വർഷവും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 3 കാറ്റഗറിക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയവർ അല്ലെങ്കിൽ എന്താണ് ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, CMA പോലെയുള്ള ICWA പോലെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെയുള്ള എക്സാംസ് പാസ്സായവർ, അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ PGDM മാസ്റ്റേഴ്സ് എടുത്തവരായിരിക്കണം, MBA അല്ലെങ്കിൽ PGDM എടുത്തവരായിരിക്കാം. ഓക്കെ, ഇനി എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എക്സാം ഒക്കെ എന്താ ഇപ്പോൾ പഠിച്ചിറങ്ങിയവർക്കൊക്കെ ഒരു ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ അതിലൊരു എക്സ്പീരിയൻസ് കണ്ടെത്തിയവർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ എന്നും കൂടെ ആലോചിക്കുക. ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് ഒൺലി എ ഗ്രാജുവേറ്റ് ഡിഗ്രി, ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 years എക്സ്പീരിയൻസ് ഇൻ ക്രെഡിറ്റ് ഡിസ്പെൻഷൻ ഇൻ MSMEയിലോ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ലെൻഡിങ് ഓർ സ്മാൾ കൊമേഴ്ഷ്യൽ ലോൺ അങ്ങനത്തെ ബാങ്കുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തവരായിരിക്കണം. സിഡ്ബിയിലോ എക്സിം ബാങ്കിലോ നബാർഡിലോ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ക്രെഡിറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് വേണം. അല്ലാതെ ഓർ എക്സ്പീരിയൻസിൻ എന്താണ് ഈ പറയുന്ന പോലെ ബാങ്കിങ്ങോ അസറ്റ് റീകൺസ്ട്രക്ഷനോ പ്രോജക്ട് മാനേജ്മെന്റ് വിത്ത് കൺസൾട്ടിങ് ഫേംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എന്താണ് നമ്മുടെ CA MBA ഒക്കെ ഉള്ളവർക്ക്, ഇത് 2 ഉള്ളവർക്ക് എന്ത് ചെയ്യേണ്ട, വേറെ നോക്കേണ്ട കാര്യമില്ല. MBA ഉള്ളവർക്ക് വേറെ ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ CMA ICWA CA ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കാണെങ്കിലും വേറെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് മാത്രമേ എന്ത് വേണ്ടുള്ളൂ, എക്സ്പീരിയൻസിൻ്റെ ആവശ്യം പറയുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത് മാനേജർ ഗ്രേഡ് B. നേരത്തെ അസിസ്റ്റന്റ് മാനേജറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പറഞ്ഞത്. ഇനി മാനേജർ ഗ്രേഡ് Bയുടെ ഇതാണെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞു ജനറൽ സ്ട്രീമും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന ലീഗൽ സ്ട്രീമും IT സ്ട്രീമും ഉണ്ട്. അപ്പോൾ ഗ്രേഡ് Bയിൽ ജനറൽ സ്ട്രീമിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേഷൻ വിത്ത് എത്രയാണ്, 60% അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 55% മാർക്ക് ഉണ്ടായവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് എന്താണ്, അറ്റ്ലീസ്റ്റ് 5 years ആസ് ആൻ ഓഫീസർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് സിഡ്ബി RBI നബാർഡ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയാലും കുഴപ്പമില്ല, RBI രജിസ്ട്രേഡ് ഉള്ള NBFCയിലായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ നാഷണൽ ബാങ്ക്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിഡ്ബിയിലോ അങ്ങനത്തെ കുഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക്സിലായാലും
എന്താണ് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ മാനേജർ പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. മറ്റേത് അസിസ്റ്റന്റ് മാനേജർ ആയതുകൊണ്ട് 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചോളൂ. ഇവിടെ മാനേജർ ആയതുകൊണ്ട് 5 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഇനി അടുത്ത മാനേജർ ഗ്രേഡ് ബി ലീഗൽ സ്ട്രീം. ലീഗൽ സ്ട്രീം എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഉണ്ടായിരിക്കണം. നിങ്ങൾ ലോ കോളേജിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തവരായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം ഓഫ് 50% മാർക്കാണ് ലോയിൽ വേണ്ടത് കേട്ടോ. 50%, 45% SC/ST. ഓക്കെ. ഇനി എൻറോൾമെന്റ് ആസ് എൻ അഡ്വക്കേറ്റ്. പിന്നെ എന്തും വേണം? നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങൾ എൻറോൾ ചെയ്തവരായിരിക്കണം. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അഡ്വക്കേറ്റ് ആയിട്ട്. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലീഗൽ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? പ്രിഫറൻസ് ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലോ. നിങ്ങളുടെ ലോയിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ CS ക്വാളിഫിക്കേഷനോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രൊഫഷൻസി ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇതിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ലീഗൽ സ്ട്രീം ആണെങ്കിൽ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളുണ്ട് അതിൽ, കുറച്ച് സ്പെഷ്യൽ സ്ട്രീം ആയതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. ഇനി മാനേജർ ഗ്രേഡ് ബിയുടെ IT സ്ട്രീമിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തിലുണ്ടായിരിക്കണം? IT ഉണ്ടായിരിക്കണം, ഇലക്ട്രോണിക്സിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ MCAയിലോ ഉണ്ടായിരിക്കണം. എത്ര മാർക്ക്? 60% മാർക്കോടെ. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഡിസൈറബിൾ സർട്ടിഫിക്കേഷൻ അവിടെ വേണ്ടത് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഒരു AIയോ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെഷീൻ ലാംഗ്വേജോ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റോ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇൻ IT സർവീസ് മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും കോഴ്സുകളോ ചെയ്തവരാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? ഒരു പ്രിഫറൻസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു എന്താണ്? പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ മാനേജർ ഗ്രേഡ് ബി ആണെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? 60% മാർക്ക് വേണം. കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ഫീൽഡുകളിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡുകളിൽ. ഇനി അടുത്ത ഡിസൈറബിൾ സർട്ടിഫിക്കേഷനാണ് CISM, CH, ITIL എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമ്പ്യൂട്ടറിൻ്റെ കോഴ്സുകളുടെ കാര്യമാണ് പറയുന്നത്. അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് മാനേജർ പോസ്റ്റിംഗ് ആയതുകൊണ്ടാണ് വരുന്നത്. ഇനി സിഡ്ബിയുടെ ഫേസ് എക്സാം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഇത് ചുമ്മാ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ അല്ല എന്ന് മനസ്സിലാക്കിക്കോളാം. അത്രയും ക്വാളിഫിക്കേഷനും അത്രയും ഡിസൈറബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സാലറി എത്രയെന്ന് പറയുന്നത്. 1 lakh പ്ലസ് സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്ന് പറയുന്നത് കേട്ടോ. ഇനി സിഡ്ബി ഫേസ് 1 എക്സാം പാറ്റേൺ ശ്രദ്ധിച്ചോളുക. എക്സാമും അത്ര ഈസി അല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, അതായത് കമ്പ്യൂട്ടർ ഉണ്ട്. എല്ലാം എന്താണ്? 120 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ് കേട്ടോ. 120 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ് വിത്ത് എ ഫോക്കസ് ഓൺ ബാങ്കിങ്. ജനറൽ അവയർനെസ് ഉണ്ട്, GK ഉണ്ട്. GK എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങളുടെ ബാങ്കിങ്ങോ ഫിനാൻഷ്യൽ സെക്ടർ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ എന്താണ്? MSME, നിങ്ങളുടെ നമ്മുടെ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ എന്തുണ്ട്? അതിൻ്റെ റെഗുലേറ്ററി ആക്ട്, ലീഗൽ ഫ്രെയിം വർക്ക്, ഫിനാൻസ് മാനേജ്മെൻറ്റ് വിത്ത് ഫോക്കസ് ഓൺ MSME എന്ന് പറയുന്ന ബാങ്കിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്താണ്? നിങ്ങൾ ഏത് സ്ട്രീമാണോ സ്പെസിഫൈ ചെയ്യുന്നത് ആ സ്പെസിഫൈ സ്ട്രീമിൽ നിന്ന് ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതാണ് എക്സാം പാറ്റേൺ പറയുന്നത് കേട്ടോ. സ്ട്രീം പാറ്റേൺ എന്നുള്ള രീതിയിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. GK എന്തിനെ പറ്റിയിട്ടായിരിക്കും? നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ പഠിക്കുന്ന ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടർ, എക്കണോമിക്കൽ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ടായിരിക്കും. ഇനി MSMEയെ കുറിച്ചിട്ട് എടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, 30 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഏത് സ്ട്രീമാണ്? ഈ അക്കൗണ്ടൻസി ഫിനാൻസ് സ്ട്രീമിൽ നിന്ന് തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ അത് 120 മിനിറ്റാണ്, 2 മണിക്കൂർ സമയമാണ് നിങ്ങൾക്കുള്ളത്. 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്കിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത് കേട്ടോ. ഇനി അടുത്ത് ഓരോ ജനറൽ സ്ട്രീമിനാണെങ്കിൽ എന്തുണ്ട്? ഗ്രേഡ് A ആൻഡ് Bക്ക് ആണെങ്കിൽ വീണ്ടും ഫേസ് 2 എക്സാമിനേഷൻ വരുമ്പോഴാണ് നിങ്ങളുടെ സ്ട്രീം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻസ് മാറ്റം വരുന്നത് കേട്ടോ. സ്ട്രീം അനുസരിച്ച് മാറ്റം വരും. ഇംഗ്ലീഷും ഡൊമൈൻ സ്പെസിഫിക്കുമാണ് ജനറൽ സ്ട്രീമുകാർക്ക് വരുന്നത് കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ ഫേസ് 2 എക്സാമിനേഷൻ്റെ കാര്യം. അതായത് ഫേസ് 1 കംപ്ലീറ്റ് ചെയ്ത് ഫേസ് 2 എക്സാമിനേഷന് പോകണമെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത് ഇതുപോലെ എക്സാം പാറ്റേൺ ലീഗൽ സ്ട്രീമിനും IT സ്ട്രീമിനും കൊടുത്തിട്ടുണ്ട്. ഡൊമൈൻ സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീഗൽ ആണെങ്കിൽ ലീഗൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൻ്റെ കൂടെ കയറി വരുന്നത്. IT ആണെങ്കിൽ IT സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. അതാണ് ഡൊമൈൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ. ജനറൽ സ്ട്രീമുകാർക്കാണെങ്കിൽ ഏതാണോ പഠിച്ചത് ആ ഒരു കാര്യമായിരിക്കും വരുന്നത്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിനേഷൻ പാറ്റേണും രീതികളും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കേരളയിൽ എക്സാം സെൻറ്റേഴ്സ് വരുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നായിരിക്കും കേരള എക്സാം സെൻറ്റേഴ്സ് വരുന്നത്. സിഡ്ബിയുടെ സാലറി മനസ്സിലാക്കിക്കോളുക. ഗ്രേഡ് A പോസ്റ്റിന് 1 lakh സാലറിയാണ് അസിസ്റ്റന്റ് മാനേജറിന്. ഗ്രേഡ് Bക്ക് ആണെങ്കിൽ 1 lakh പ്ലസ്
15,000 എന്നുള്ള രീതിയിൽ 1,15,000 എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് സാലറി വരുന്നത്. ആദ്യമേ ഇത്രയും രൂപ കിട്ടുമെന്നല്ല, ഏകദേശം ഒരു 75,000 പ്ലസ് സാലറി തന്നെ നമുക്ക് ആദ്യമൊക്കെ ഇൻഹാൻസ് സാലറി ആയിട്ട് കിട്ടും. പിന്നെ വൈകാതെ തന്നെ നമുക്ക് ഒരു 3 months ടൈം പീരീഡിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അത്യാവശ്യം സാലറി പാക്കേജ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ റിസ്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ എക്സാം ക്വാളിഫൈ ആവാനുള്ള കുറേ എലമെന്റ്സ് ഒക്കെ അതിലെന്താണ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം. phase 1 എക്സാം, phase 2 എക്സാമിനേഷൻ, ഇൻ്റർവ്യൂ, ആപ്ലിക്കേഷൻ ഫീ, ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൺവേ ആയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാണ്, എക്സാം ഡേറ്റ് ഒക്കെ മനസ്സിലാക്കിയ പഠിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന PDF-ൽ കയറി നോക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഡ്ബിയുടെ നോട്ടിഫിക്കേഷൻ അവിടെ കാണും. അപ്ലൈ ടു ഓൺലൈൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.